നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ആ ദേ വന്നല്ലോ മാളികപ്പുറത്തെ മൈഥിലി. നിനക്കെന്താടി തണുക്കുന്നുണ്ടോ? വല്ലാതെ വിറയ്ക്കുന്നു. കൃത്യസമയത്ത് തന്നെ നിലവറയില് ദീപം തെളിഞ്ഞു. ഇതൊക്കെ നീ പറഞ്ഞിട്ട് വേണോ ഞങ്ങൾ അറിയാൻ? ഞങ്ങൾ ഇതെപ്പോഴേ അറിഞ്ഞു. നിങ്ങൾ അറിഞ്ഞെന്നോ? ആര് പറഞ്ഞറിഞ്ഞു? ആര് പറയണം? പറഞ്ഞ ആള് ഇവിടെ തന്നെയുണ്ട്. ദേ അയ്യോ, ഇതെന്തു പറ്റി? മൈഥിലി, അയ്യോ അമ്മേ മൈഥിലി, ഇതെന്താ പറ്റിയേ? ഭഗവാനെ കാത്തോളണേ. അവിടുന്ന് ഈ രാത്രി തന്നെ പോണോ? പോയേ പറ്റൂ ശ്രീദേവി. ഐശ്വര്യസമ്പന്നമായ ഒരു തറവാട് നാശത്തിലേക്ക് പതിക്കുന്നത് നോക്കി നിന്ന് കാണാനാവില്ല. അല്ലെങ്കിൽ മന്ത്രവിദ്യ പഠിക്കരുതായിരുന്നു. ചെമ്പകമംഗലത്ത് സടകുടഞ്ഞുണരുന്ന ഉഗ്രമൂർത്തി ഏത് രൂപവും എടുക്കും. നോക്ക്, ഇന്ന് ചെമ്പകമംഗലത്തെ നിലവറയിൽ ദീപം തെളിഞ്ഞില്ല എങ്കിൽ ആ തറവാടിന്റെ അടിവേരിളകും. ഒരു വൻമരം കാറ്റിൽ കടപുഴകി വീഴും പോലെ ചെമ്പകമംഗലം തകർന്നടിയും. അതുകൊണ്ട് എനിക്ക് പോയേ പറ്റൂ. എന്റെ ദൈവമേ, എന്റെ തിരുമേനെ കാത്തു രക്ഷിക്കണേ ഭഗവാനെ. ഇവൾക്കെന്താ പറ്റിയത്? എന്താ പറ്റിയെന്ന് അറിയില്ല വലിയേട്ടാ. വെട്ടിയിട്ട ഏത്തവാഴ പോലെ പൊത്തോന്ന് പറഞ്ഞുകൊണ്ട് അടിച്ചു തള്ളി വീഴായിരുന്നു. ആ വീഴ്ചൊരു ഇരിപ്പതാ. ഭാവിയിൽ ക്ഷയരോഗത്തിന് വരെ സാധ്യതയുണ്ട്. ചോര തുപ്പി ചാകാതിരുന്നാ മതി. എനിക്ക് തോന്നിയത് ഇതൊക്കെ ഇവളുടെ കള്ളക്കളിയാണെന്ന്. അത് ശരിയായിരിക്കും. കള്ളന്മാരുടെയും കൊള്ളക്കാരുടെയും കൊലുകൊരു ഇവളാ. പക്ഷേ ആ വീഴ്ച ഒറിജിനൽ ആയിരുന്നു. ദേ അത് കറക്റ്റ്. ബോധമുള്ളവര് ബോധം കെട്ട് വീണ പോലെ അവള് വീണത്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.